മാനിനെ അന്വേഷിച്ച് തളർന്നുപോയ പാണ്ഡവർ വനത്തിനുള്ളിൽ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നു. എല്ലാവർക്കും ദാഹമുണ്ട്. അടുത്തെങ്ങും വെള്ളമില്ല. നകുലൻ ഒരു മരത്തിന്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ അകലെ ജലമുള്ളതിന്റെ ലക്ഷണങ്ങൾ കണ്ടു. യുധിഷ്ഠിരന്റെ നിർദ്ദേശമനുസരിച്ച് ആവനാഴിയിൽ ജലം ശേഖരിക്കുവാനായി നകുലൻ ആ സ്ഥലത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ നകുലൻ അവിടെ എത്തിയപ്പോൾ തെളിഞ്ഞ ജലമുള്ള ഒരു പൊയ്ക കണ്ടു. നകുലൻ സന്തുഷ്ടനായി ദാഹം തീർക്കുവാൻ ആ പൊയ്കയിലിറങ്ങി ജലം കുടിക്കുവാൻ തുടങ്ങവേ ആകാശത്തു നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. വത്സ, നീ സാഹസം പ്രവർത്തിക്കരുത്. ഇതെൻ്റെ പൂർവ്വസ്വത്താണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ യഥേഷ്ടം വെള്ളം കുടിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യാം. പക്ഷെ നകുലന് നല്ല ദാഹമുണ്ടായിരുന്നതുകൊണ്ട് ആ വാക്കിന് വില കൽപ്പിക്കാതെ ആവോളം വെള്ളം കുടിച്ചു. പക്ഷേ ഉടൻ തന്നെ നകുലൻ അവിടെ ബോധരഹിതനായി നിലം പതിച്ചു. നകുലനെ കാണാതെ സഹദേവനും അവിടെ എത്തി. സഹദേവനും ആ അവസ്ഥ തന്നെ ഉണ്ടായി.